നമസ്കാരം. കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആരോപണ വിധേയനായ വ്യക്തിയാണ് അവിടുത്തെ അധ്യാപകനായ ഡോക്ടർ കെ റാം. ഇയാളെക്കുറിച്ച് പിന്നീട് വിദ്യാർത്ഥികൾ പറഞ്ഞ പല കഥകളും കേൾക്കുമ്പോൾ ഇയാൾ ഇതെന്ത് മനുഷ്യനാണ് എന്ന് സ്വാഭാവിക നോക്കെല്ലാം തോന്നിപ്പോവും. തൻ്റെ വിദ്യാർത്ഥികളെ എപ്പോഴും മക്കളെപ്പോലെ കണക്കാക്കേണ്ടെന്നൊരു അധ്യാപകൻ വിദ്യാർത്ഥികളെ അതിക്രൂരമായ രീതിയിൽ ശാരീരികമായും മാനസികമായൊക്കെ തന്നെ പീഡിപ്പിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടുത്തെ വിദ്യാർത്ഥികൾ ഇയാളെക്കുറിച്ച് പറഞ്ഞ കഥകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. കുട്ടികളെ ജാതിയുടെയും നിറത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ് പരസ്യമായി അധിക്ഷേപിക്കുക, ആൺകുട്ടികളെ തല്ലുക, പെൺകുട്ടികളെ തല്ലാനായി ആൺകുട്ടികളെ നിയോഗിക്കുക തുടങ്ങിയ നിരവധി ക്രൂര വിനോദങ്ങൾ ഇയാൾക്കുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ശരിക്കും ഇയാളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് പോലും നമ്മൾ ചിന്തിക്കേണ്ടി വരും. ഇയാൾ ശരിയായ മാനസികാവസ്ഥയുള്ള ഒരാളാണോ എന്ന് തന്നെ സംശയിക്കുന്ന രീതിയിലാണ് ഇയാളുടെ കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. എന്നാൽ കോളേജ് അധികൃതരാകട്ടെ ഇപ്പോഴും ഇയാളെ കോളേജിൽ തന്നെ നിലനിർത്തിയത് എന്തിനാണ് എന്നുള്ള കാര്യം ഇനിയും മനസ്സിലായില്ല. ഇയാൾ മലയാളി അല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആന്ധ്രയിലോ കർണാടകത്തിലോ ഉള്ള ഒരു വ്യക്തിയാണ് ഇയാൾ. ഇയാൾക്ക് ഒരുപക്ഷെ മാനേജ്മെൻറ്റിൽ അസാമാന്യമായ സ്വാധീനമുള്ള വ്യക്തിയായിരിക്കാം. ഈ ഡോക്ടർ കെ റാം തന്നെയാണ് നിതിൻ രാജിനെ ഏറ്റവും മാനസികമായി പീഡിപ്പിച്ചിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം ഇയാളെ കോളേജിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസം ഇയാളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. എങ്കിലും ഇയാളെ പൂർണ്ണമായി കോളേജിൽ നിന്ന് പുറത്താക്കണം എന്ന് തന്നെയായിരുന്നു വിദ്യാർത്ഥികളുടെ ആവശ്യം. ഇന്ന് വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ നേതൃത്വത്തിലൊക്കെ തന്നെ കോളേജിലേക്ക് പ്രക്ഷോഭവും മാർച്ചും ഒക്കെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇയാളെ പുറത്താക്കാൻ കോളേജ് മാനേജ്മെൻറ്റ് തീരുമാനിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എങ്കിലും ഇന്ന് ചേർന്ന കോളേജ് മാനേജിംഗ് കമ്മിറ്റി യോഗം ഇയാളെ പുറത്താക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ കോളേജ് മാനേജ്മെൻറ്റ് ഒരു കാര്യം ഇനിയും വ്യക്തമാക്കണം. നേരത്തെ ഇയാളെ ഇത്തരത്തിലുള്ള ഇയാളുടെ വിചിത്രമായ പെരുമാറ്റങ്ങളുടെ അല്ലെങ്കിൽ ക്രൂരമായ വൃത്തികെട്ട പെരുമാറ്റങ്ങളുടെയൊക്കെ തന്നെ പേരിൽ ഞാൻ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇയാളെ തിരിച്ചെടുക്കുകയും എന്തിനാണ് ഇയാളുടെ ക്രൂരതകൾ മുഴുവൻ നന്നായി അറിയാമായിരുന്നിട്ടും ഇയാളെ കോളേജിൽ തന്നെ നിലനിർത്തിയത് എന്നുള്ള കാര്യം ഇനിയും മനസ്സിലാവുന്നില്ല. ഇയാൾക്ക് രാഷ്ട്രീയ സ്വാധീനം വല്ലതുണ്ടോ അതോ കോളേജ് മാനേജ്മെൻറ്റുമായിട്ട് ഇയാൾക്ക് വളരെ അടുപ്പത്തിലുള്ള ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ തന്നെ അന്വേഷിക്കേണ്ടി വരും. ഇയാളെ കോളേജിൽ നിന്ന് പുറത്താക്കിയാൽ മാത്രം പോരാ. ഇപ്പോൾ നിലവിൽ ഇയാളുടെ പേരിൽ പല കേസുകൾ എടുത്തിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിയമപ്രകാരം കേസുണ്ട്. അതുപോലെ ആത്മഹത്യാ പ്രേരണ കുറ്റമുണ്ട്. ഇങ്ങനെ പല കുറ്റങ്ങൾ ഇയാളുടെ പേരിലുണ്ട് എങ്കിൽ പോലും ഇങ്ങനെ ഒരു അധ്യാപകൻ എങ്ങനെയാണ് ഈ കോളേജ് ഇത്ര ഒരു പ്രൊഫഷണൽ കോളേജ് ഇത്രയും കാലം പ്രവർത്തിച്ചത് എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടി വരും. ഇതിനായി ശരിക്കും ഒരു പ്രത്യേക അന്വേഷണ കമ്മീഷൻ തന്നെ നിയോഗിച്ച് ഈ കോളേജിൻ്റെ പ്രവർത്തനങ്ങളും ഇത്തരത്തിലുള്ള അധ്യാപകന്മാർ ഇനിയും അവിടെ അവശേഷിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ തന്നെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. നിതിൻ രാജിൻ്റെ മരണം നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഇത് ഒരു ലോൺ ആപ്പിൽ നിന്ന് നിതിൻ രാജിനെടുത്ത ലോണുമായി ബന്ധപ്പെട്ട് അവിടെ ചില അധ്യാപികമാരുടെ നമ്പറിലേക്ക് ഫോൺ കോളുകൾ ഈ പണം നൽകിയവർ നടത്തിയിരുന്നുവെന്നും നിതിൻ രാജിനെ പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ വിളിച്ചു വരുത്തിയതിന് ശേഷം ആ കുട്ടിയുടെ മൊബൈൽ ഫോൺ വാങ്ങി വയ്ക്കുകയായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇത്തരത്തിലുള്ള അധ്യാപകർ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. 21ാം നൂറ്റാണ്ടിൽ ലോകം ഒരുപാട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇൻ്റേണൽ അസസ്മെൻറ്റിൻ്റെയും മറ്റുമൊക്കെ പേരിൽ കുട്ടികളെ ഇത്തരത്തിൽ മാനസികമായി പീഡിപ്പിക്കുന്ന നിരവധി അധ്യാപകന്മാർ ഇപ്പോഴും ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ നിരവധി പേർ ഒരുപാട് ഇൻഫ്ലുവൻസർമാരായിട്ടുള്ള വ്യക്തികൾ തങ്ങൾ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ചിരുന്നപ്പോഴുള്ള കാലഘട്ടത്തിലെ ഇത്തരം അധ്യാപകരെക്കുറിച്ച് നിരവധി കഥകളാണ് ഇപ്പോൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് കുട്ടികളെ മാനസികമായി പീഡിപ്പിക്കുന്നതിലും ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നതിലുമൊക്കെ എന്ത് ആനന്ദമാണ് ഉള്ളത് എന്നാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത്. ഇത്തരക്കാരെ മാതൃകാപരമായി തന്നെ ശിക്ഷിക്കേണ്ടതാണ്. ശരിക്കും ഇയാളുടെ പേരിൽ ആത്മഹത്യ പ്രേരണ കുറ്റമല്ല, കൊലപാതക കുറ്റത്തിനാണ് കേസെടുക്കേണ്ടത്. കാരണം അത്രയും ക്രൂരമായ രീതിയിലാണ് ആ കുട്ടിയോട് തൻ്റെ ഒരു മകനാവാൻ പ്രായമുള്ള ഒരു ചെറിയ വിദ്യാർത്ഥിയോട് പോലും അത്ര മോശമായ ഭാഷയിൽ അപമാനിക്കുക, ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുക, നിറത്തിൻ്റെ പേരിൽ കളിയാക്കുകയും ഒക്കെ ചെയ്ത ഈ അധ്യാപകൻ കോളേജിലെ മറ്റു പല കുട്ടികളോടുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നാണ് പിന്നീട് വിദ്യാർത്ഥികൾ പറഞ്ഞത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കോളേജിൽ ഒന്ന് രണ്ട് വിദ്യാർത്ഥിനികൾ ഒരുപക്ഷെ ആൺകുട്ടികളെക്കാൾ ധൈര്യത്തോടു കൂടി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ഈ റാമിൻ്റെ ക്രൂരകൃത്യങ്ങൾ ഓരോന്നോരോന്നായി വിളിച്ചു പറയുമ്പോൾ ശരിക്കും നമ്മളിത് കേരളത്തിൽ തന്നെയാണോ ഈ സംഭവങ്ങൾ നടക്കുന്നത് എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിലാണ് ഈ അധ്യാപകൻ അവിടുത്തെ കുട്ടികളോട് പെരുമാറിയിരുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള ഈ നരാധമന്മാരെ നമ്മുടെ കോളേജുകളിൽ ഇനിയും പല പ്രൊഫഷണൽ കോളേജുകളിൽ ഇത്തരത്തിലുള്ള ആളുകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇവരെ ഓരോരുത്തരെ കണ്ടെത്തി ഇവരുടെ പേരിൽ മാതൃകാപരമായ ശിക്ഷണ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഭാവിയിലും നമ്മുടെ കുട്ടികളുടെ കാര്യം കഷ്ടത്തിലാവും. കാരണം അവർ പ്രിഡിഗ്രിയോ മറ്റോ കഴിഞ്ഞ് പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാനെത്തുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ക്രൂരമായ മാനസിക പീഡനം ഏൽക്കേണ്ടി വരുന്ന അവരുടെ ഭാവി എന്താകും എന്നുള്ള ചോദ്യം നമുക്ക് അവിടെ ബാക്കിയാവുന്നുണ്ട്. നേരത്തെ തന്നെ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ചിരുന്ന പല വിദ്യാർത്ഥികളും ആത്മഹത്യ ചെയ്തതിൻ്റെയൊക്കെ പിന്നിൽ അവരുടെ അധ്യാപകരുടെ ഇത്തരത്തിലുള്ള ക്രൂരപീഡനങ്ങളാണ് ഉള്ളത് എന്ന് നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും അവരാരും ശിക്ഷിക്കപ്പെട്ടതായി നമ്മൾ ഇനിയും കേട്ടിട്ടുമില്ല.